ഇന്നൊരു ചോക്ലേറ്റിൻ്റെ പണിപ്പുരയിലാണ്. ഈ ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ട് എനിക്കൊരു 31 വർഷത്തെ എക്സ്പീരിയൻസ്, 31 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്. ഞാൻ എൻ്റെ 18 വയസ്സിൽ തുടങ്ങിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഏതോ ഒരു ബുക്കിൽ കണ്ടിട്ടുള്ള റെസിപ്പിയാണ്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റാണ്. നമ്മൾ പണ്ട് ലാക്ടോക്കിങ് എന്ന് പറഞ്ഞിട്ടൊരു ചോക്ലേറ്റ് ഉണ്ട്, ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. അന്ന് 25 പൈസയാണ് എൻ്റെ ഒരു ഓർമ്മ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. ഞങ്ങൾ ഇന്നും ഈ ലഞ്ച് ടൈമിൽ ഈ ചോക്ലേറ്റ് വാങ്ങാൻ പോകുമ്പോൾ സ്കൂളിലൊരു കടയുണ്ട്. ഞാൻ പനങ്ങാട് സ്കൂളിലാണ് പഠിച്ചിരുന്നത്, പനങ്ങാട് SM പുരം. ഈ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമുള്ള ഒരു പരിപാടിയാണ്. ഈ 4 ഇൻഗ്രീഡിയൻ്റ്, അതായത് കോക്കനട്ട് മിൽക്ക്, ശർക്കര ഉരുക്കിയത്, ബട്ടർ, മിൽക്ക് പൗഡർ, ഇതെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ഒരു ഫ്ലേവർ, നല്ലൊരു സ്മെല്ല് വരും. അതിൻ്റെ ഫ്ലേവർ ഒന്ന് തന്നെ അത് ഉണ്ടാക്കി തന്നെ അനുഭവിക്കണം. ഇതേപോലെ നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് നല്ലൊരു ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിൽ, നോൺ സ്റ്റിക്ക് പാത്രമാണ് ഏറ്റവും ബെസ്റ്റായിട്ട് വരിക, അല്ലെങ്കിൽ അത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അതിലിട്ട് നല്ലപോലെ ഇളക്കി അത് വറ്റിച്ച് അലുവയുടെ പ്രായം, അതായത് ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്ന പ്രായത്തിലേക്ക് എടുക്കണം. ഇതേപോലെ ഇങ്ങനെ വറ്റി വരും. കളർ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, നമ്മുടെ പാലടയുടെ കളർ പോലെ വരും. അപ്പോൾ ഇങ്ങനെ നല്ല ഫ്ലേവർ വന്നുകൊണ്ടിരിക്കും. എന്നിട്ട് ഇതിങ്ങനെ നമുക്കറിയാൻ പറ്റും, അതിങ്ങനെ ഇതേപോലെ ഇങ്ങനെ വിട്ട് വരും. വിട്ട് വരുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുക. ഇത് ഹാർഡാവില്ല, നല്ല സോഫ്റ്റായിട്ടിരിക്കും, എക്ലെയർ മാതിരി. ശരിക്കും എക്ലെയറിൻ്റെ ടെക്സ്ചറാണ് വരിക. എക്ലെയർ പോലെ ഇരിക്കും ചോക്ലേറ്റ് കഴിക്കാൻ. പെട്ടെന്ന് ഒന്നും കഴിച്ച് തീരില്ല. നമ്മൾ എക്ലെയറൊക്കെ കഴിക്കുമ്പോൾ എങ്ങനെയാണ് വായലിട്ട് ഇങ്ങനെ മെൽറ്റ് ചെയ്ത് അങ്ങനെയല്ലേ കഴിക്കുക. ലാസ്റ്റ് കഴിയണ വരെ നമ്മളതിങ്ങനെ ഫീൽ ചെയ്ത് കഴിക്കും. ബാക്കി ഇപ്പോൾ ചോക്ലേറ്റ് ഇപ്പോൾ കടിച്ച് തിന്നാൻ പറ്റുന്നൊക്കെ കുറേ കഴിയുമ്പോൾ നമ്മൾ കടിച്ച് തിന്നും. പക്ഷേ ഇത് കടിച്ച് തിന്നാൻ പറ്റില്ല, പല്ല് പൊട്ടിപ്പിടിക്കില്ല. അതേപോലെ ഇങ്ങനെ മെൽറ്റ് ചെയ്ത് അങ്ങോട്ട് കഴിക്കുക. അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ അനുഭവിക്കണം. അതേപോലെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. അങ്ങനത്തെയാണ് അതിൻ്റെ കൺസിസ്റ്റൻസി.